നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടതിൽ അതിജീവിത തന്നെ അമർഷം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. ശക്തമായ വിമർശനമാണ് കോടതിക്കെതിരെ പോലും അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത്. സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള കാര്യങ്ങളാണ് കോടതിയുടെ പരിഗണനയിലിരിക്കെ സംഭവിച്ചതെന്നാണ് അതിജീവിതയുടെ തുറന്നു പറച്ചിൽ. ഇതിന്റെ വിശദാംശങ്ങൾ പകൽ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ആക്രമിച്ച ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് കോടതിയിലിരിക്കെ പരിശോധിച്ചത് ഞെട്ടിക്കുന്നതെന്ന അതിജീവിത. നീതി നൽകേണ്ട കോടതിയിൽ നിന്ന് ഇത്തരം അനുഭവം ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരാണെന്ന് തുറന്നു പറച്ചിൽ. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും അതിജീവിത. പൂരാവേശത്തിലേക്ക് തൃശൂർ. പൂരത്തിന് കൊടിയേറി. ആനകളുടെ എഴുന്നള്ളത്ത് പ്രതിസന്ധിയിൽ. ആനകളിൽ നിന്ന് മേളക്കാർ 50 മീറ്റർ അകലം പാലിക്കണമെന്ന വനം വകുപ്പ് നിർദ്ദേശം അപ്രായോഗികമെന്ന് ദേവസ്വങ്ങൾ. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനകളെ എഴുന്നള്ളിക്കരുതെന്ന് കോടതി. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീമിന്റെ മോചനത്തിലുള്ള നടപടി തുടങ്ങുന്നു. 18 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നതിൽ ആശ്വാസം പങ്കുവെച്ച് ഉമ്മ ഫാത്തിമ. ജസ്ന ജീവനോടെ ഇല്ലെന്ന പിതാവിന്റെ വെളിപ്പെടുത്തലോടെ കേസ് വഴിത്തിരിവിൽ. അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് ജെയിംസ് ജോസഫ്. ജസ്ന ജില്ല വിട്ടു പോയിട്ടില്ലെന്നും ജെയിംസ്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ED തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. സമൻ സ്റ്റേ ചെയ്യണമെന്ന കർത്തയുടെ ആവശ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ EDയുടെ നീക്കം അതിവേഗം. എക്സാലോജിക് നൽകിയ സേവനം വിശദീകരിക്കേണ്ടി വരും. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി അതിജീവിത രംഗത്തെത്തിയിരിക്കുകയാണ്. ഹാഷ് വാല്യൂ മാറിയതിലൂടെ സ്വകാര്യത കോടതിയിൽ പോലും നിഷേധിക്കപ്പെട്ടുവെന്നാണ് അവരുടെ വാക്കുകൾ. കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ്. സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നതെന്നും സാമൂഹ്യ മാധ്യമത്തിലെ കുറിപ്പിൽ അതിജീവിത പറയുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇത് അതിജീവിതയ്ക്ക് കിട്ടുകയും ചെയ്തു. കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിലാണ് 3 തവണ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത്. ഇത് ഞെട്ടിക്കുന്നതാണെന്നാണ് അതിജീവിതയുടെ ഇപ്പോഴത്തെ പ്രതികരണം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാനി പോൾ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഡാനി, നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു മെമ്മറി കാർഡുകളുടെ പരിശോധന നടന്നിട്ടുണ്ട് എന്ന്. അന്വേഷണ റിപ്പോർട്ടിലൂടെ ഇക്കാര്യം പുറത്തു വരികയും ചെയ്തു. ഇതിലിപ്പോൾ അതിജീവിത നടത്തിയിരിക്കുന്ന ഈ പ്രതികരണം ഉണ്ടല്ലോ, അത് ശരിക്കും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണല്ലോ. ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കിട്ടിയിട്ടുള്ളത് അവർക്ക് മാത്രമാണ്. അത് മാത്രമല്ല, ഈ സാക്ഷികളുടെ മൊഴികളും അവർക്ക് നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതുകൂടി വായിച്ചതിന് ശേഷമല്ലേ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്? മഞ്ജുഷ, അങ്ങനെ തന്നെയാണ്. കാരണം ഈ റിപ്പോർട്ട് അവരുടെ പക്കലേക്ക് എത്തിയ ശേഷമാണ് ഈ ഒരു പ്രതികരണത്തിലേക്ക് വന്നിരിക്കുന്നത്. നേരത്തെയും തന്നെയും ഇത് സംബന്ധിച്ച് അവരുടെ ആശങ്കകൾ അവർ ഉയർത്തിയിരുന്നു. തന്നെ ഇത് ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു, ദൃശ്യങ്ങൾ ചോർന്നിരിക്കുന്നു എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും അവർ അത് ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിരുന്നു ഇത് പരിശോധിക്കാൻ, ഇവർ ഉന്നയിച്ച ഒരു ആക്ഷേപങ്ങൾ പരിശോധിക്കാനായിട്ട് ജുഡീഷ്യൽ സംവിധാനത്തെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നത്. ഈ സംവിധാനത്തെയും ഈ അന്വേഷണത്തെയും നടി അത് ചോദ്യം ചെയ്തിരുന്നു, കഴിഞ്ഞ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. കാരണം ഇത് അന്വേഷണം എന്ന് പറയുന്നത് തന്നെ തൻ്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൽ ചിലർ ജുഡീഷ്യൽ സംവിധാനത്തിൽ തന്നെയുള്ള ചിലർ തന്നെയാണ്, അവർ ഉദ്യോഗസ്ഥരായ ചിലർ തന്നെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ റിപ്പോർട്ട് അടക്കമെന്നുള്ള കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുകയും ചെയ്തു. ഒപ്പം ഈ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിയായ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണമെന്നും അവർ ഹൈക്കോടതിയിലടക്കം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ രേഖപ്പെടുത്തിയ ചില ജുഡീഷ്യൽ ഓഫീസർമാരുടെ അടക്കമുള്ള ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഹാഷ് വാല്യൂ മാറിയത് പലപ്പോഴും
മൂന്ന് തവണ മാറിയിൽ 2 തവണയും രാത്രിയാണ് മാറിയിരിക്കുന്നത്. ഇത് എങ്ങനെ മാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തണം. ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണ് എന്നത് സംബന്ധിച്ച വിശദമായൊരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല. അവരെ മൊഴി അപ്പാടെ വിശ്വസിക്കുന്നു. കാരണം അവരിത് പരിശോധിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ നഷ്ടമായെന്ന് പറയുന്നു. ഈ മൊഴിയെല്ലാം തന്നെ വിശ്വസിക്കുകയാണ് ചെയ്തത്. ഒരു അന്വേഷണത്തിലേക്ക് അടക്കം പോയിട്ടില്ല. അപ്പോൾ ഇത്തരം ഇപ്പോൾ അതിജീവിത ഈ വെളിപ്പെടുത്തലിലൂടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കി എങ്കിൽ പോലും ഇതിൽ 3 തവണ ഹാഷ് വാല്യൂ മാറി, അതായത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടു എന്നുള്ള കാര്യം തെളിഞ്ഞിട്ടും ഒരു നടപടിക്കും ശുപാർശ ചെയ്തിട്ടില്ല. അതിപ്പോൾ ജില്ലാ ജഡ്ജിയുടെ PA ഒരു തവണ ഈ ദൃശ്യങ്ങൾ കണ്ടിരുന്നു, പിന്നെ മറ്റൊരു തവണ വിചാരണ കോടതി ജഡ്ജിയുടെ ശിരസ്ദാർ ഇത് ദൃശ്യങ്ങൾ കണ്ടിരുന്നു. പക്ഷേ എന്നിട്ടും ഒരു നടപടിക്ക് പോലും ശുപാർശ ചെയ്തിട്ടില്ല എന്ന ഗുരുതരമായ കാര്യമാണല്ലോ പൊതുസമൂഹത്തിന് മുൻപാകെ കൊണ്ടുവരുവാൻ അതിജീവിത ഉദ്ദേശിക്കുന്നത്. കൃത്യമാണ് മഞ്ജുഷ. അത് തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്, അത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ നൽകിയ പരാതിയിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഈ മൊഴി സംബന്ധിച്ച് മറ്റൊരു നിഗമനത്തിലേക്ക്, മറ്റൊരു അന്വേഷണത്തിലേക്ക് അടക്കം പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഈ ജീവനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ റിപ്പോർട്ട് എന്ന് അവർ പറയുന്നത്. എന്തിന് അവർ ഇത് പരിശോധിച്ചു എന്നതിന് വിശ്വാസയോഗ്യമായ മൊഴിയാണോ? അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? തൻ്റെ ആശങ്കകൾ ഇത് സംബന്ധിച്ചുണ്ട്, താൻ ഉയർത്തുന്ന ചില സംശയങ്ങളുണ്ട്, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. എന്തുകൊണ്ട് അത്തരം അന്വേഷണത്തിലേക്ക് അടക്കം പോകുന്നില്ല? മഞ്ജുഷ ചോദിച്ചതുപോലെ ഇവർക്കെതിരെ ഒരു നടപടിയോ അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടതല്ലേ? ഇതിലേക്കൊന്നും തന്നെ എത്താതെയാണ് ഈ രീതിയിലേക്കുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ IG റാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചുകൊണ്ട് അത്തരം നടപടികളിലേക്ക് പോകണമെന്നും അവർ പറയുകയും ചെയ്യുന്നത്. അവർ ഈ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയും ഒടുവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ഈ റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നത്. ഈ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞതിൻ്റെ മൊഴി തനിക്ക് വേണമെന്ന് പറയുകയും കോടതിയിൽ അത് എതിർഭാഗം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞു അതിജീവിത പറയുന്ന കാര്യങ്ങളിൽ അതിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്, അവർ ആ ആവശ്യം ന്യായമാണെന്ന് പറയുകയും പിന്നീടാണ് ഈ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ലഭ്യമാവുകയും ചെയ്തത്. അതിന് അടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അവരെ കുറിപ്പ് വരികയും ചെയ്യുന്നത്. ഇത് ഷോക്കിംഗ് ആണ്, വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്, വേദനാജനകമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യുന്നത്. ഒരു ഇരയ്ക്കൊപ്പം കോട്ട കെട്ടി കരുത്ത് പകരേണ്ടതാണ് കോടതി എന്നത്, പക്ഷെ അത് ഉണ്ടാകുന്നില്ല എന്നതാണ് വളരെയധികം തന്നെ വിഷമിപ്പിക്കുന്നു എന്ന് അവർ പറയുന്നത്. എങ്കിലും കുറിക്കുന്നു നീതിബോധമുള്ള ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ. ശരി ഡാനി, ഇപ്പോൾ എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് അതിജീവിത പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല ഈ അന്വേഷണത്തിൽ തനിക്ക് തൃപ്തിയില്ല എന്നുള്ള കാര്യവും അവർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, നേരത്തെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതിരോധമൊക്കെ ഉയർത്തിയതാണ്. ഹാഷ് വാല്യൂ മാറി എന്നതേ ഉള്ളൂ, അതിൽ ദൃശ്യങ്ങൾ കണ്ടിട്ടൊന്നുമില്ല എന്ന്. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ടിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. പക്ഷേ ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് അതിജീവിത പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണല്ലോ. ഒരു നടപടിക്കും ശുപാർശയില്ലാതെയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് നൽകിയിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ ഇത് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും അവിടെ ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനും നടന്നിട്ടില്ല എന്ന്? ശ്രീ മഞ്ജുഷ്, 3 കാര്യങ്ങൾ. ഒന്ന്, അതിജീവിതയെ നമ്മളെല്ലാം വലിയ ബഹുമാനിക്കുന്നു, നമ്മുടെ എല്ലാം അഭിമാനമാണ്. ആ കുട്ടിക്ക് നേരിട്ട വളരെ ദുഃഖകരമായ അനുഭവത്തിൽ നമ്മളെല്ലാം കൂടെയുണ്ട്. 2, ഈ വിഷയം നിയമപരവും ഇത് ലാർജർ ഒരു കേസിന്റെയും ഭാഗമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ എന്ത് സംഭവിച്ചാലും അത് മെയിൻ കേസിൽ യാതൊരു ബെയറിങ്ങും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇത് മെയ് 30 എന്റെ അറിവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വെച്ചിരിക്കുന്നത്. കോടതി ഈ കേസുമായി മുമ്പോട്ട് പോട്ടെ, ഹൈക്കോടതിയിൽ ബെഞ്ചിലുണ്ട്, പ്രശ്നമില്ല. പക്ഷെ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ? മറ്റേ കേസിനെ ഏതെങ്കിലും വളഞ്ഞ വഴി ഇല്ലാതാക്കാനോ മാറ്റാനോ ഉള്ള ശ്രമമാണോ നടക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? മുമ്പും ഇതുപോലെ ആയിരുന്നില്ലേ മഞ്ജുഷ്? ഓർമ്മയില്ലേ, നമ്മൾ തന്നെ ഡിബേറ്റ് ചെയ്തില്ലേ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസ്? അതെന്തായി? കേരള പോലീസിലെ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നും ദാവൂദ് ഇബ്രാഹിമിന്റെ ഗോൾഡ് ഇതിൽ ഇൻവോൾവ് ആണെന്നും 50 ലക്ഷം രൂപ ഒരു നേതാവ് മേടിച്ചു എന്നും എന്തൊക്കെ ആരോപണ ശരങ്ങളാണ് ഇതിലുള്ള എല്ലാവരിലേക്കും വന്നത്. ഇവിടെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ സുപ്രധാനമായ ഒരു തെളിവ് അത് കണ്ടു എന്നുള്ളതാണ്. ആരുടെ നിർദ്ദേശപ്രകാരം കണ്ടു? കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ എങ്ങനെ ഇത് കാണുവാനുള്ള അവസരമുണ്ടായി? ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന മൊഴി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തമാശയാണ്. താജുദ്ദീൻ എന്ന ശിരസ്താർ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഒരു ഒപ്പോ ഫോണിലിട്ടാണ് കണ്ടത്, അത് കഴിഞ്ഞാൽ ഫോൺ കാണാനില്ല എന്നൊക്കെയാണ്. ഇത് പറയുമ്പോൾ ഇതിപ്പോൾ പ്രധാന കേസുമായി ഒരു ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ വിചാരണയെ ബാധിക്കുന്ന തരത്തിലേക്ക് മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ട്, ക്രമക്കേട് നടത്തുവാനുള്ള ശ്രമമുണ്ടായിട്ടുണ്ട് എന്ന അതിജീവിത സംശയിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? അവരോടൊപ്പം നിൽക്കുവാനേ കഴിയുകയുള്ളൂ.
ഇല്ല, ഒരു കാര്യം, ഇത് പ്രധാന കേസിനെ ഏതെങ്കിലും രീതിയിൽ ബാധിപ്പിക്കാനും ആ കേസിന്റെ ട്രയൽ പരമാവധി ഡിലേ ചെയ്യിക്കാനുമാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെയും കുറ്റം പറയാൻ കഴിയില്ല. അതായത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേസ് പ്രൊലോങ് ചെയ്യാനും പുനർവിചാരണയിലേക്ക് പോകാനും മറ്റൊരു കോടതിയിലേക്ക് മാറ്റാനും. കാര്യം ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഓൾറെഡി പലതവണ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മറ്റൊരു ബെഞ്ചിനെ വേണമെന്ന് പറഞ്ഞ് പോയതാണ്. വ്യക്തിപരമായ ജഡ്ജിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായി പലർക്കുമെതിരെ കോടതി ലക്ഷ്യമെടുത്തതാണ്. ഒരു ജഡ്ജി തന്നെ തന്റെ 12 വയസ്സുള്ള മകനെ ഈ പ്രധാന തെളിവ് തന്നെ 3 തവണ തുറന്നു കണ്ടു എന്ന് പറയുമ്പോൾ ആ തെളിവിന്റെ തെളിവ് മൂല്യം തന്നെ നഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് പോവുകയാണ്. തെളിവ് മൂല്യം അല്ലല്ല, അത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പ്രതിഭാഗത്തിന് വാദിക്കുവാൻ പറ്റും. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് കണ്ണടച്ചിട്ടാക്കരുത്. രാഹുൽ പറയുന്ന ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ കണ്ടതെന്നാണെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. അല്ല, ദയവായി ശ്രദ്ധിക്കൂ. ആദ്യം തൊട്ടേ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും ദിലീപ് വിരോധികൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ടാമ്പേർഡ് ആണെന്നാണ്. ഇപ്പം ടാമ്പറിംഗ് ഇല്ലെന്ന് വ്യക്തമായില്ലേ. 2, ഇത് കോപ്പ് ചെയ്തു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതിജീവിതയുടെ പ്രൈവസിയെ ബാധിക്കുന്ന രീതിയിൽ ഇത് മറ്റു കാര്യങ്ങളിലേക്ക് കോപ്പ് ചെയ്തു. ഇപ്പം കോപ്പ് ചെയ്തില്ല എന്നും വ്യക്തമായില്ലേ. കോപ്പി ചെയ്തിട്ടില്ല എന്ന് കോപ്പി ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ലല്ല, ഈ അന്വേഷണ റിപ്പോർട്ട് കാണട്ടെ, വെളിയിൽ വരുമ്പോൾ കാണട്ടെ. ഇപ്പോൾ അതിജീവിതയുടെ കയ്യിലുണ്ടല്ലോ അന്വേഷണ റിപ്പോർട്ടിലോ ഇത് കോപ്പി ചെയ്തു ഒരു സ്ഥലത്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയട്ടെ, ഇത് പിന്നെ വെറുതെ മോശത്തിന് വേണ്ടിയാണ് ഇത് തുറന്ന് കണ്ടത്. ഈ സാധനം തുറന്നു കണ്ടതിന് തീർച്ചയായും അവർക്കെതിരെ നടപടി എടുത്തോട്ടെ. പക്ഷേ അതിനർത്ഥം ഇത് ടാമ്പേർഡ് ആണെന്നല്ല, അതിനർത്ഥം ഇത് എന്തെങ്കിലും ലീക്ക് ചെയ്തു എന്നല്ല. ഇവിടുത്തെ പ്രധാന പ്രശ്നം മെയിൻ കേസിനെ ബാധിക്കുന്ന രീതിയിൽ ഇത് ലീക്ക് ആയോ ഇല്ല, ടാമ്പേർഡ് ആയോ ഇല്ല, ഏതെങ്കിലും രീതി മാനിപ്പുലേറ്റഡ് ആയോ ഇല്ല, ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്ന് ഇതുവരെ യാതൊരു തെളിവുകളും ഇല്ല. മൂന്നിടങ്ങളിൽ ഈ മെമ്മറി കാർഡിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്ന് ഒരു ജുഡീഷ്യൽ അതോറിറ്റി തന്നെ കണ്ടെത്തുമ്പോൾ അവിടെ ഒരു നടപടിക്കും ശുപാർശയില്ലാതെ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിൽ തന്നെ എന്ത് വിശ്വാസ്യതയാണുള്ളത് ശ്രീ രാഹുൽ ഈശ്വർ? അപ്പോൾ ഈ കണ്ടവരല്ല, ഒരു കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും അല്ല ഈ തെളിവുകൾ ആർക്ക് വേണമെങ്കിലും തുറന്നു കാണാം എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. ഇതിന് എന്തെങ്കിലും കോഴ്സ് ഓഫ് ആക്ഷൻ വേണമെങ്കിൽ മെയ് 30 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ട്. ഈ എതിർ ഭാഗങ്ങളുടെ എല്ലാം വാദങ്ങൾ എതിർത്തുകൊണ്ട് ഇതിന്റെ എല്ലാം റിട്ടേൺ കോപ്പി അതിജീവിതയ്ക്ക് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ തീരുമാനിക്കട്ടെ. പക്ഷേ ഇത് ഉപയോഗിച്ചൊരു പിടിവള്ളിയായി എടുത്ത് പ്രധാന കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണോ, പ്രധാന കേസ് പ്രൊലോങ് ചെയ്യാൻ ശ്രമിക്കുകയാണോ, പ്രധാന കേസിന്റെ മേലിൽ സംശയത്തിന്റെ കരുനീരൽ വീഴ്ത്താൻ ശ്രമിക്കുകയാണോ? അങ്ങനെ തന്നെ ആലോചിക്കൂ. ദിലീപ് 8ാം പ്രതിയായ കേസാണ് ഇതിന്റെ ത്രസ്റ്റ്. അങ്ങനെയല്ല, 8ാം പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അല്ലാതെ ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചതും അല്ലല്ല, ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിച്ചതൊന്നും വാദിഭാഗമല്ല, പ്രോസിക്യൂഷൻ അല്ല. ഇവിടെ പ്രതിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ നടന്നിട്ടുള്ളത്, അല്ലാതെ എന്തിനാണ് ഇവിടെ നടന്നിട്ടുള്ളത്? പ്രതിക്ക് വേണ്ടി നടന്നത് ശ്രീ ദിലീപിന് വേണ്ടി ആരെങ്കിലും ഒരാൾ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ശ്രീ ദിലീപിന് എന്ത് ഗുണമാണ് ഉണ്ടാകുക? അങ്ങനെ ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും ഒരാൾ അയാളുടെ തെറ്റായ ഒരു നടപടി കാരണം ഇത് കണ്ടുകൊണ്ടിൽ ശ്രീ ദിലീപിന് എന്താണ് ഗുണം? അല്ലാതെ തെളിവ് മൂല്യം ഇല്ലാതാക്കാം, അങ്ങനെ വാദിക്കാം. തെളിവ് മൂല്യം ഇല്ലാതെ എങ്ങനെ വാദിക്കും? മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് വാദിക്കാം, അതല്ല ഒറിജിനൽ എന്ന് വാദിക്കാം. അല്ല, മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറണം. സാങ്കേതികത്വം നേരത്തെ താങ്കൾ പറഞ്ഞത് ഒന്നും മാറിയിട്ടില്ല, ആരും കണ്ടിട്ടില്ല എന്നൊക്കെ വാദിച്ച ആളാണ് താങ്കൾ. ശ്രീ മഞ്ജുഷ്, ഒന്നും മാറിയിട്ടില്ല. ഫയലിന്റെ ഹാഷ് വാല്യൂ ഇൻടാക്ട് ആണ്. ഫയലിന്റെ ഹാഷ് വാല്യൂവിന് ഒരു മാറ്റവുമില്ല. എന്നാൽ അത് പ്രത്യേകം ചെയ്തിരിക്കുന്ന മെമ്മറി കാർഡ്, അതിന്റെ പേര് രാഹുൽ മാറ്റി രാഹുൽ 1 ആക്കിയാലും അതിന്റെ ഹാഷ് വാല്യൂ മാറും. ഇവിടെ ഡീറ്റെയിൽസ് ആണ് പ്രധാനം. ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയോ? ഫയൽ മാനിപ്പുലേറ്റഡ് ആണോ? ഫയൽ എഡിറ്റഡ് ആണോ? പിന്നെ ഏറ്റവും പ്രധാനം, ശ്രീ ദിലീപിനെ ഇതുമായി കണക്ട് ചെയ്യുന്ന ഒരു കാര്യവുമില്ല. ശ്രീ ദിലീപ് ഇതിന്റെ ഭാഗമല്ല, ശ്രീ ദിലീപ് ഇതിൽ കാര്യമില്ല. പക്ഷേ ശ്രീ ദിലീപിനെ കരിവാരി തേക്കാൻ വേണ്ടി ദിലീപ് വിരോധികൾ ഇത് ഉപയോഗിക്കുകയാണോ എന്ന് പൊതുസമൂഹത്തിൽ വ്യാപകമായ സംശയം ഉണ്ടാകുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേസ് നീട്ടുകയാണ്. ഓർമ്മയില്ലേ, കാവ്യമാധവനാണ് മാഡോ എന്ന് പറഞ്ഞ് നമ്മൾ എത്ര ആഴ്ച ചർച്ച ചെയ്തു. കാവ്യമാധവന്റെ അമ്മയാണ് മാഡോ എന്ന് പറഞ്ഞ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ടി ബി ബിനി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ടി ബി ബിനി, ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്ന ഇതിനെ പ്രതിയായ ദിലീപുമായിട്ട് ഒരു തരത്തിലും ബന്ധിപ്പിക്കേണ്ടതില്ല, പിന്നെ ഇതിന്റെ തെളിവ് മൂല്യമൊന്നും നഷ്ടപ്പെടുകയില്ല, ഇങ്ങനെ ആരെങ്കിലും മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്ന് വെച്ച് എങ്ങനെയൊക്കെയാണ് ഈ വാദങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? എന്തായാലും പരിശോധിച്ചു എന്നുള്ള കാര്യം സ്പഷ്ടമാണ്, അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരു നടപടിയും അവർക്കെതിരെ ശുപാർശ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് വിശ്വസിക്കണം ഈ കോടതിയുടെ നടപടിയെ? രാഹുൽ ഈശ്വർ പറഞ്ഞത് 100% ശരിയാണ്. അപ്പൊ രാഹുൽ ഈശ്വറിനോട് നമുക്ക് ചോദ്യം ചോദിക്കാനുണ്ട്. രാഹുൽ ഈശ്വർ ദിലീപുമായി ഒരു ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അതിജീവിത പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തിനാണ് പിന്നെ ദിലീപിന്റെ വക്കീലന്മാര് വന്നിട്ട്
ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ കോപ്പി തരരുതെന്നും നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് തരരുതെന്നും കോടതിയിൽ അതിശക്തമായി എതിർക്കുന്നത് ദിലീപിന് എന്താ ഇൻട്രസ്റ്റ്? ദിലീപിന് എന്ത് ഇൻട്രസ്റ്റ് ആണ് ഇതിലുള്ളത്? ദിലീപിന്റെ വക്കീലന്മാർക്ക് എന്ത് ഇൻട്രസ്റ്റ് ആണ് ഉള്ളത്? കോടതിയിലെ സ്റ്റാഫ് ഒരാളുടെ കുത്തകയല്ല, അവർ കോടതിയിലെ സ്റ്റാഫാണ്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം എന്ന് പറയുന്നത് ഒരു കോമൺ കാര്യമാണ്. അത് പ്രത്യേകമായി ദിലീപിനെ സംബന്ധിച്ചോ ദിലീപിന്റെ വക്കീലന്മാരെ സംബന്ധിച്ചോ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചോ എന്നെ സംബന്ധിച്ചോ ഒന്നും മാത്രമുള്ള ഒരു വിഷയമല്ല. അതൊരു ക്രൈം ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടണം, അതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ പിന്നെ എന്തിനു വേണ്ടി ഈ ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ കോടതിയിൽ യാതൊരു ബന്ധവും ദിലീപിനില്ലെങ്കിൽ ദിലീപിന്റെ വക്കീലന്മാര് അതിശക്തമായിട്ട് ഈ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകുന്നതിനും ആ റിപ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് അതിജീവിക്ക് നൽകുന്നതിനും ഇവരെ ശിക്ഷിക്കുന്ന കാര്യത്തിലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് അവർ വരുന്നതിന്റെ കാരണം എന്താണ്? ശരിയാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ, എന്തിനാണ് ഒരു പ്രശ്നവും ദിലീപിനില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനെ വാദിച്ച് വഷളാക്കുന്നത്? മിനി മാഡത്തിന് പെട്ടെന്നൊരു മിനി മാഡത്തെ വളരെയധികം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. യഥാർത്ഥത്തിൽ ചെയ്യുന്ന മിനി മാഡം എന്നല്ല, ദിലീപ് വിരോധികൾ ചെയ്യുന്നത് കേസിന്റെ ഫോക്കസ് തെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. എന്തെങ്കിലും പിടിവള്ളി കിട്ടി ഈ കാര്യം പ്രലോങ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫിലിപ്പ് സാറാണ് ശ്രീ ദിലീപിന് വേണ്ടി ഹാജരായ അദ്ദേഹം അടക്കം സൂചിപ്പിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും കേസിന്റെ പ്രധാന ട്രയലിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു മാസം മുമ്പുള്ള വിധി വേണ്ട, ഇത് ഞങ്ങൾ പറഞ്ഞല്ല, നമ്മൾ അതിനെ എന്തിനതിനെ ടച്ച് ചെയ്യണം? 118 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് വേറെയാണ്. അതും ഇത് ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു സെപ്പറേറ്റ് ക്രൈമാണ്. ഇത് കോടതിക്കുള്ളിൽ കോടതി ഡോക്യുമെന്റ് കോടതിയുടെ സ്റ്റാഫ് ഇല്ലീഗലായിട്ട് ആക്സസ് ചെയ്യുകയും ഒരു പെൺകുട്ടിയുടെ പ്രൈവസിയെ അത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്ന ഒരു കേസാണ്. അത് ഞങ്ങൾ വളരെ വ്യക്തമായി കോടതിയിലും ഹൈക്കോടതിയിലും പറഞ്ഞു, നാട്ടുകാരോട് മുഴുവനും പറഞ്ഞു. ഞങ്ങൾ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുന്നില്ല. ഈ മെയിൻ കേസുമായി ഇതിനെ ടച്ച് ചെയ്യേണ്ട കാര്യമേ ഇല്ല. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊക്കെ ആഗ്രഹിച്ച ടാമ്പറിംഗ് ഓഫ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ മറികടന്നു. ഞങ്ങളെ സംബന്ധിച്ച് അത് കൗസർ സാർ തന്നെ അത് ഒറിജിനൽ സാധനം ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ മാർക്കും ചെയ്തു. ആ കേസിന് ഇത് ബാധിക്കുന്ന വിഷയമേ അല്ല. ഞാൻ ചോദിക്കട്ടെ അഡ്വക്കേറ്റ് മിനി ഒരു കാര്യം, അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഈ കണ്ട സ്ഥിതിക്ക് 3 തവണ ഇത് കണ്ട സ്ഥിതിക്ക് ഇതിൽ ടാമ്പറിംഗ് നടന്നിട്ടുണ്ട്, ഇത് ഒറിജിനൽ ദൃശ്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിഭാഗത്തിന് വാദിക്കുവാനുള്ള അവസരം ഉണ്ടാകുമോ ഇതിനകത്ത്? അത് അതിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ ചെയ്തത്. പക്ഷെ അതിനെ ഞങ്ങൾ മറികടന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട് അതിന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല. മഞ്ജുഷ അല്ലേ? മഞ്ജുഷ, ഞങ്ങളത് ആദ്യത്തെ ദിവസം തന്നെ ഈ കേസന്വേഷണത്തിന്റെ പുനരന്വേഷണത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ പുനരന്വേഷണത്തിന്റെ അവസാനിക്കാനായിട്ട് കോടതി തീരുമാനിച്ചപ്പോ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് തന്നെ അത് പറഞ്ഞ് ഈ മിറർ ഇമേജ് കറക്റ്റ് ഒറിജിനൽ മെമ്മറി കാർഡ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ഫോറൻസിക്കിലായിരിക്കണത്, അവര് സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നും അതിന്റെ മിറർ ഇമേജ് ആണ് ഇപ്പോഴും ഈ ടാമ്പർ ചെയ്തു എന്ന് പറയുന്നത് മിറർ ഇമേജ് ആണ്. ആ മിറർ ഇമേജ് പുതിയത് കൊണ്ടുവന്ന് നമ്മൾ ഈ കേസിൽ മാർക്ക് ചെയ്ത് ഈ നടത്തിയ ടാമ്പറിംഗ് എല്ലാം പരിഹരിക്കപ്പെട്ട് അതുവഴി ഞങ്ങളുടെ കേസിനെ സംബന്ധിച്ച് ഇവരുദ്ദേശിച്ച് ടാമ്പർ ചെയ്ത സാധനം നടന്നിട്ടില്ല. പക്ഷെ നമുക്കറിയേണ്ടത് കോടതിയിൽ ഇത് വെച്ച സാധനം ടാമ്പർ ചെയ്യാൻ ആര് മുൻകെടുത്തു, ആരാണ് ഇത് ചെയ്തത്? രാഹുൽ, അപ്പോൾ ഉദ്ദേശം ഇതായിരുന്നു, ദിലീപിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടത്തി, അത് വിജയിച്ചില്ല. ഏതെങ്കിലും രീതിയിലല്ല, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറഞ്ഞ ഈ മെമ്മറി കാർഡ് ആയിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെ ഇല്ലാതാക്കുവാൻ അത് ടാമ്പർ ചെയ്യുവാനുള്ള ശ്രമം നടന്നു, അത് വിജയിച്ചില്ല. താങ്കൾ നേരത്തെ രാഹുൽ ചോദിക്കുകയുണ്ടായി ഇതുകൊണ്ട് ദിലീപിന് എന്താണ് പ്രയോജനമെന്ന്. ഇതായിരുന്നു ദിലീപിനുള്ള പ്രയോജനം. രാഹുൽ, ആദ്യം തന്നെ മിനി മാഡത്തിന് ഒരു വാക്കിന്റെ അഭിനന്ദനം കൂടി അറിയിക്കട്ടെ. അത് മറികടക്കാൻ കഴിഞ്ഞല്ലോ. അപ്പൊ അതിന് ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ മാഡത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു കാരണവശാലും ഇതിൽ പൾസർ സുനി അടക്കമുള്ളവർക്ക് അങ്ങനെ വാദിക്കാൻ പോലും ഒരു പഴുതു കൊടുക്കരുത്. പൾസർ സുനി അടക്കമുള്ള ഇതിൽ തെറ്റ് ചെയ്ത രാഹുലിനെ പോലുള്ള ഒരാള്, എനിക്ക് രാഹുലിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ രാഹുലിനെ പോലൊരാള് എന്ത് ചെയ്യരുത്, ഈ പെൺകുട്ടിയുടെ സ്വകാര്യതയെ പൊതു സമൂഹത്തിലേക്ക് ഈ രീതിയിൽ കൊണ്ടുപോയി അവരെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത കോടതിയുടെ സ്റ്റാഫ് അല്ല ദൈവം തമ്പുരാനായാലും അവരെന്ത് ചെയ്യണം? നമ്മൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ. തീർച്ചയായും ആളുകൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്.
ഒരു വരി മാത്രം പറഞ്ഞോട്ടെ. ഒരു ശക്തനായ ദിലീപ് സപ്പോർട്ടർ എന്ന രീതിയിൽ തന്നെ പറയുകയാണ്, ഈ കേസിൽ ശ്രീ ദിലീപ് കുറ്റക്കാരനല്ലെന്നുള്ളതാണ് എന്റെ വാദം, വിശ്വാസം. പക്ഷേ ബാക്കി കുറ്റക്കാരുണ്ടല്ല. ഞാൻ ഒരു വരി പറഞ്ഞോട്ടെ, ഒരു വരി. മാഡം അടക്കമുള്ളവരുടെ പരിശ്രമം കാരണം ഏതെങ്കിലും രീതിയിൽ ശ്രീ പൾസർ സുനി അടക്കമുള്ളവർ ഇത് ദുരുപയോഗം ചെയ്തൊരു പഴുതുണ്ടാക്കാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ അതിനെ അതിജീവിച്ചു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷം. കാര്യം അതിജീവിതയ്ക്ക് ഹാനി ഉണ്ടാക്കിയ ആൾക്കാർ ആരെയും വെറുതെ വിടരുത്. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഞാൻ ടെക്നിക്കൽ ഒരു വാദം പറഞ്ഞേ ഉള്ളൂ. നിയമ വിദ്യാർത്ഥി ഇത് പറയുന്നത് കേൾക്കൂ. പൾസർ സുനി എന്ന് പറഞ്ഞ ദേവൻ, അയാളാണ് ഈ കൃത്യം കമ്മിറ്റ് ചെയ്തത്. അയാളെ സംബന്ധിച്ച് അയാൾ നേരിട്ട് PW1 എന്ന് പറയുന്ന വിക്ടിം കണ്ടിരിക്കണു. പിന്നെ അയാളെ സംബന്ധിച്ച് അയാൾ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അയാൾ ഈ മെമ്മറി കാർഡൊന്നും അയാളുടെ വിഷയവുമല്ല. ഞാൻ പറഞ്ഞത് പൾസർ സുനി അടക്കം ശ്രീ ദിലീപ് ഇതിൽ ഭാഗമല്ലെന്നുള്ളത് മാത്രമാണ് എന്റെ വാദം, പൊതുസമൂഹത്തിലെ പലരുടെയും വാദം. അതുകൊണ്ട് ഇതിൽ നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്ത ഒരു വ്യക്തി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കരുത്, അതിനോട് പൂർണ്ണ യോജിപ്പാണ്. രണ്ട്, ശ്രീ ദിലീപ് ഇതിനോട് ബന്ധമില്ല. ശ്രീ ദിലീപിന്റെ മാഡം തന്നെ പറഞ്ഞതുപോലെ ശ്രീ ദിലീപ്, ഒരു വരി കൂടെ മാഡത്തിന്റെ ചോദ്യത്തിന് ഉത്തരവാണ്, ഒരു വരി മാത്രം. ശ്രീ ദിലീപിന് വേണ്ടി ശ്രീ ഫിലിപ്പ് സാർ ഹാജരായി പല വാദങ്ങളും ഉന്നയിച്ചല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് സ്വീകരിച്ചില്ല. റിട്ടേൺ സബ്മിഷൻസ് എല്ലാം അതിജീവിതയ്ക്ക് കൊടുക്കണമെന്നും പറഞ്ഞു. May 30 കേസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി അടുത്ത കോഴ്സ് ഓഫ് ആക്ഷൻ എടുത്തോട്ടെ. പക്ഷേ ശ്രീ ദിലീപിന് നേരിട്ട് ബെയറിംഗ് ഇല്ല. മിനി മാഡം ഒരിക്കലും പറയുന്നില്ല. പക്ഷേ പലപ്പോഴും ബാക്കിയുള്ളവർ ഇത് ഉപയോഗിച്ച് കോടതിയെ കരിവാരിത്തേക്കാനോ കോടതിയെ സ്മിയർ ചെയ്യാനോ കോടതിയെ സംശയത്തിന്റെ പുകമറയിൽ നിർത്താനോ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മിനി മാഡത്തെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. കാര്യം അപ്രീഷിയേറ്റ് ലോ സ്റ്റുഡന്റ് ഒരിക്കലും മിനി മാഡം അങ്ങനെ ഒരു വാദം മുമ്പോട്ട് വെക്കാറില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ച് മീഡിയയും മറ്റുള്ളവരും ഇത് കോടതിയുടെ വിശ്വാസ്യതയെ താഴ്ത്തിക്കെട്ടാനോ മറ്റെന്തോ മാനിപ്പുലേഷൻ നടന്നുവെന്നോ ചിത്രീകരിക്കാനും പുകമറ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ എങ്ങനെയാണ് ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ അല്ലല്ല ഇപ്പോൾ അതിജീവിത തന്നെ പറയുന്നുണ്ട് നീതിക്ക് വേണ്ടി കോട്ട കെട്ടി സംരക്ഷിക്കേണ്ട ജുഡീഷ്യറി, അവിടെ നിന്നാണ് ഇങ്ങനെ ദുരനുഭവം ഉണ്ടായത് എന്ന്. അതിലെന്താണ് സംശയം? അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ കോടതിയിലെ ജീവനക്കാർ തന്നെയാണ് തുറന്നു കണ്ടത്. അപ്പോൾ പിന്നെ വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നതാണോ? ഇല്ല, ആ കോഴ്സ് ഓഫ് ആക്ഷൻ മെയിൻ കേസിനെ ബാധിക്കില്ല. അത് മിനി മാഡം ബാധിക്കുന്നു എന്ന് പറഞ്ഞേ ഇല്ല. മിനി മാഡം ഇന്നലെ ഞങ്ങളുടെ ചർച്ചയിൽ ഉണ്ടായിരുന്നു, അവിടെയും ബാധിക്കില്ലെന്ന് എടുത്തു പറയുന്നുണ്ട്. അല്ല, അത് ബാധിക്കാത്തതിന് കാരണം ഇതാണ്, അതിനുള്ള സംരക്ഷണം അവിടെ പ്രോസിക്യൂഷൻ ചെയ്തു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബാധിച്ചേനെ. ഇപ്പോഴും രാഹുൽ പറയുന്നത് മെയിൻ കേസിനെ ബാധിക്കാത്തത് കൊണ്ട് ഇതിൽ പ്രശ്നമില്ല എന്നാണ്. പക്ഷെ അത് നിങ്ങളുടെ ശ്രമം കൊണ്ട് ബാധിക്കാതെ വന്നതല്ലേ? അല്ലെങ്കിലും ബാധിക്കില്ലായിരുന്നു. പക്ഷെ വാദത്തിന് വേണ്ടി എങ്ങനെ വാദം സമ്മതിക്കാം? അങ്ങനെ വലിച്ചൊടിക്കരുത്. അതായത് ഇതിനെ ടാമ്പർ ചെയ്ത് ഈ കേസ് പരിപൂർണമായും തകർക്കാനാണ് ശ്രമിച്ചത്. അത് ആ സമയത്താണ് ഈ പെറ്റീഷൻ ഇപ്പൊ നമ്മൾ ഈ IAS കൊടുത്തു എന്ന് പറയുന്ന WP ക്രിമിനൽ 445/22 എന്ന പെറ്റീഷൻ ഞാൻ കൊടുക്കുന്നത്. അന്ന് നമ്മൾ ഇതിന് ഫോറൻസിലേക്ക് ഈ മെമ്മറി കാർഡ് അയക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫോർവേഡ് നോട്ട് കൊടുത്തിട്ട് അത് ചെയ്തില്ല. അത് ചെയ്യാതെ പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് തന്നെ ഹൈക്കോടതിയിലെ റിട്ടിൽ സമീപിക്കേണ്ടി വന്നു. അത് ഫോറൻസിക്കിലേക്ക് അയച്ചപ്പോ 3 പ്രാവശ്യം ടാമ്പറിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നു. അതില് മെമ്മറി കാർഡ് ആസ് എ ഹോൾ അതിൽ ഇല്ലീഗൽ ആക്സസ് ഹാഷ് വാല്യൂവിന്റെ ചേഞ്ചും ഉണ്ടെന്ന് മനസ്സിലാക്കി അതിന്റെ മറ്റ് ഫയലുകൾ ഇല്ലീഗൽ ആക്സസോ ഹാഷ് വാല്യൂ ചേഞ്ച് ഇല്ല എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നു. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ആ ഉദ്ദേശം പകൽ പോലെ വ്യക്തമാണ്. ഈ മെമ്മറി കാർഡാണ് ഓൺലി തെളിവ് എന്ന് പറയുന്നത്. ആ മെമ്മറി കാർഡ് അത് ടാമ്പർ ചെയ്തതിന്റെ ഒരു രേഖ ഈ SFSLന്റെ രേഖ പോരാതെ CFSLന്റെ രേഖ കൊണ്ടുവന്നിട്ട് അത് ഞങ്ങൾക്കൊന്നും കോപ്പി തരാതെ ഈ പ്രതിയുടെ ഡിഫൻസിൽ മാത്രം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു രേഖയായിരുന്നു. ആ നിലയിൽ ഞങ്ങൾക്ക് ആർക്കും അറിയാതെ ഇത് പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് മെമ്മറി കാർഡ് മാറ്റിവെക്കാൻ കഴിയില്ല. അപ്പൊ എന്തായി? ഈ ഡിഫൻസ് എവിഡൻസ് വരുന്ന സമയത്ത് ഇതിന്റെ ഹാഷ് വാല്യൂ മാറിക്കിടക്കാണെന്നും ഇത് ആ രേഖയല്ലാന്നും വന്ന് കേസ് പോയി. അങ്ങനെ പോകുന്നൊരവസ്ഥയിൽ നിന്നാണ് ആ സമയത്താണ് ഞാൻ ഇടപെടുന്ന ഈ കേസിൽ ലീഗലി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മള് അത്രയധികം ഈ രാഹുലുമായിട്ട് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ആർഗ്യൂ ചെയ്യണം, ഞാൻ എന്റെ ഭാഗം ആർഗ്യൂ ചെയ്യണം. ശരി നന്ദി ശ്രീ ടി ബി ബിനു. എന്തായാലും നന്ദി ശ്രീ ടി ബി ബിനി, നന്ദി ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. എന്തായാലും അതിജീവിത തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ. കോടതിയിൽ നിന്ന് തന്നെ ദുരനുഭവം ഉണ്ടായി എന്നാണ് അതിജീവിതയുടെ വാക്കുകൾ. എങ്കിലും നീതി കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്, ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ടെന്നാണ് അതിജീവിത പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് അച്ഛൻ ജെയിംസ് ജോസഫിന്റെ നിർണായക വെളിപ്പെടുത്തൽ ഉണ്ടായത്. ജസ്ന ജീവിച്ചിരിപ്പില്ല എന്നുള്ള വെളിപ്പെടുത്തലാണ് അച്ഛൻ നടത്തിയത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നും അജ്ഞാത സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുമെന്നുമാണ്
ജെയിംസ് ജോസഫ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ ജെയിംസ് ജോസഫ് തള്ളിക്കളയുകയാണ്. വർഗീയ മുതലെടുപ്പിനായി ആദ്യം ശ്രമം നടന്നിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ന്യൂസ് 18 കേരളവുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. ഡാൻ കുര്യന്റെ റിപ്പോർട്ട് കാണാം. നമ്മൾ CBIയുടെ അന്വേഷണ റിപ്പോർട്ട്, CBI ഇതുവരെ അന്വേഷിച്ച ജസ്ന മിസ്സിംഗ് കേസിൽ അന്വേഷിച്ചിരിക്കുന്ന എല്ലാവരും അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വാങ്ങിയിരുന്നു. ഞാനും എൻ്റെ ടീമും അതിനെക്കുറിച്ച് പഠിച്ചു. ഈ CBI അന്വേഷിക്കുന്ന പോലെ ലോക്കൽ പോലീസ് അന്വേഷിച്ച പോലെ എൻ്റെ മകളെ അന്വേഷിച്ച് ഞങ്ങളൊരു ടീം പറയുന്നുണ്ട് എപ്പോഴും. ആ അന്വേഷണത്തിൽ നമുക്ക് അവരെത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു. ആ സൂചന കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അന്ന് വീട്ടിൽ നിന്ന് ഒരു വസ്ത്രം കണ്ടെടുത്തു വന്നപ്പോൾ അതിനെക്കുറിച്ചൊന്നും CBIക്കൊന്നും അറിയില്ല. അപ്പോൾ അതാണ് 6 മാസം കാലാവധി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, CBIയുടെ അഡ്വക്കേറ്റ് എന്നിവ വന്ന് CBI അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം കോടതിയിൽ ഹാജരാണ്. 19-ാം തീയതി ഹാജരാണെന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ഈ 6 മാസത്തിനുള്ളിൽ നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ പറയാൻ കഴിയും എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് CBI അല്ല, ഞങ്ങൾ ഇപ്പോൾ സൂചന കൊടുത്തല്ലോ. ഞങ്ങൾ സൂചന കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അവർ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ അറിയാം കാര്യങ്ങൾ അറിയാം. ഇതിലും കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തതിനേക്കാളുണ്ട് അത് ഭാവിയിൽ കൊടുക്കും. ഈ പറഞ്ഞ നമ്മളൊരു സത്യവാങ്മൂലത്തിൽ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്, സുഹൃത്ത്. അപ്പോൾ അങ്ങനെ നേരിട്ട് പരിചയമുണ്ടോ പുള്ളി? പറയും. അതെല്ലാം 19 ഞാൻ പറയും. ഇതിന് മുൻപേ നമ്മൾ അന്വേഷിച്ചതിൽ നമുക്ക് എന്തെങ്കിലും നമുക്കായിട്ട് എന്തെങ്കിലും തോന്നും? സംശയങ്ങളൊന്നും ഇല്ല. സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ലോക്കൽ ആൾക്കാരും എല്ലാം കൂടെ പിതാവ് അല്ലെ വീട്ടിലാണ് കുഴപ്പങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോളിഗ്രാഫിനും ബ്രെയിൻ മാപ്പിങ്ങിനും ബാംഗ്ലൂർ വഴി വിധേയനായി. അതുപോലെ എബിൻ പറഞ്ഞൊരു സുഹൃത്ത്, അവരുടെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ടെന്ന് പറയുന്നത് എബിനും ഞാനും ഒക്കെ ഒന്നിച്ച് അവിടെ പോയത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗം കറക്റ്റായാലും നമുക്ക് മറ്റൊരാളിലേക്ക് ചൂണ്ടാൻ പറ്റുള്ളൂ. ആ ചൂണ്ടാണ് ഇപ്പം മറ്റുള്ളവർക്ക് വരുന്നത്. അല്ല, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ല. എന്നുള്ള സംശയം വന്നവരെ എല്ലാ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ ആ ഭാഗത്തു നിന്ന് അവരെ ഒഴിവാക്കി, ക്ലിയർ ചെയ്തു. സുഹൃത്ത് എന്നൊക്കെ പറയുന്ന പയ്യൻ ഞാൻ ഇവിടെ ഒന്നിച്ച് ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അപ്പോൾ അവനെ ബ്രെയിൻ മാപ്പിംഗ് പോളിക്കാൻ വിധേയനായി. അവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാതെ CBIക്ക് ബോധ്യപ്പെട്ടത്. ഇപ്പം പിന്നെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനപ്പുറത്തോട്ട് ഞാനുമായിട്ട് വിളിക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് തന്നെ ആദ്യത്തെ ദിവസങ്ങൾ നമ്മുടെ ലോക്കൽ പോലീസ് അന്വേഷണത്തിന് വീഴ്ചയുണ്ട്. അപായപ്പെടുത്തിക്കാണ്. പുറത്ത് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപായപ്പെടുത്തിക്കാണ്. ജസ്ന തിരോധാന കേസിൽ CBI അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് നിർണായക വെളിപ്പെടുത്തലുമായി ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നത്. മകൾ ജീവിച്ചിരിപ്പില്ല എന്നും അപായപ്പെടുത്താൻ തന്നെയാണ് സാധ്യതയെന്നുമാണ് ജെയിംസ് ജോസഫിൻ്റെ പ്രതികരണം. അദ്ദേഹം കോടതിയിലും ഹർജിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പുനരന്വേഷണം നടത്താൻ CBI തയ്യാറാകണമെന്ന ആവശ്യമാണ് ജസ്നയുടെ പിതാവ് മുമ്പോട്ട് വെക്കുന്നത്. ഇക്കാര്യങ്ങളടക്കം ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. 19-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ താൻ നടത്തുമെന്നാണ് ജെയിംസ് ജോസഫ് അറിയിച്ചിരിക്കുന്നത്. മകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണം നടത്തിയ ലോക്കൽ പോലീസ് ആ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. മുണ്ടക്കയം വിട്ട് മകൾ പോയിട്ടില്ല. മുണ്ടക്കയം ഭാഗത്ത് തന്നെ മകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിയാതെ പോയി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ജെയിംസ് ജോസഫിൻ്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഈ ലവ് ജിഹാദ് അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെട്ടിരുന്നു. ഇതിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമുണ്ടായി. പക്ഷേ അത് മുഴുവൻ കുടുംബം നിരാകരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ജസ്നയുടെ ആൺ സുഹൃത്തിനെ അടക്കം, സഹപാഠിയായിരുന്ന ആൺ സുഹൃത്തിനെ അടക്കം നുണ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. പക്ഷേ അവിടെയൊന്നും അന്വേഷണത്തിൽ നിർണായകമാകുന്ന വിവരങ്ങൾ കണ്ടെത്താൻ CBIക്ക് പോലും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ജസ്നയ്ക്കൊരു അജ്ഞാത സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ കഴിയാതെ പോയതാണ് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വർദ്ധിപ്പിച്ചതെന്നും പിതാവ് പറയുന്നു. പക്ഷേ ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട്. CBI അന്വേഷണം അവസാനിപ്പിച്ചതിന് പിന്നാലെ ഒരു സംഘമായി ചേർന്ന് തങ്ങൾ സമാന്തരമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഒരു ടീമായിട്ടാണ് ഈ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജസ്ന ജീവനോടെ ഇല്ല, അപായപ്പെടുത്തിയിട്ടുണ്ട്, അജ്ഞാത സുഹൃത്താണ് ഇതിന് പിന്നിൽ എന്നൊക്കെ ജസ്നയുടെ പിതാവ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജസ്നയുടെ ഈ അജ്ഞാത സുഹൃത്ത് ആരായിരുന്നു എന്നതിനെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഏറുകയാണ്. പിതാവ് പറയുന്നത് ജസ്നയ്ക്ക് വ്യാഴാഴ്ച പതിവായി പ്രാർത്ഥനയ്ക്ക് പോകുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഈ കാണാതായ ദിവസവും
2018 മാർച്ച് മാസം 22 കാണാതാകുന്ന ദിവസവും ഒരു വ്യാഴാഴ്ച തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അജ്ഞാത സുഹൃത്ത് ആരാണ് എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നത്. അയാളെ സംബന്ധിച്ച മുഴുവൻ ഡിജിറ്റൽ വിവരങ്ങളും തൻ്റെ പക്കലുണ്ട്. പക്ഷേ രഹസ്യമായി അന്വേഷണം നടത്താൻ CBI തയ്യാറാണെങ്കിൽ ആ വിവരങ്ങൾ മുഴുവൻ CBIക്ക് കൈമാറാൻ താൻ ഒരുക്കമാണ് എന്നാണ് ജെയിംസ് ജോസഫ് വ്യക്തമാക്കുന്നത്. CBI സംഘം ഈ അജ്ഞാത സുഹൃത്തിന് പിന്നാലെ ഉണ്ടെന്ന വിവരം ഇയാൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് എന്നും ജെയിംസ് ജോസഫ് ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്നയുടെ തിരോധാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നാണ് പിതാവ് ജെയിംസ് ജോസഫ് പറയുന്നത്. 19-ാം തീയതി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വേഗത്തിലാക്കുവാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് മണിയായി നൽകേണ്ട 34 കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ എംബസി വഴി കൈമാറും. 18 വർഷത്തിന് ശേഷം മകന് മോചനം കിട്ടുന്നതിൻ്റെ ഒരു ആശ്വാസമാണ് ഉമ്മ ഫാത്തിമയ്ക്ക് ഉള്ളത്. ഉമ്മ ഫാത്തിമയുടെ പ്രതികരണം, അതോടൊപ്പം തന്നെ നിയമസഹായം നൽകുന്ന കമ്മിറ്റിയുടെ ഭാരവാഹികളും ഇതേക്കുറിച്ച് പ്രതികരണം നടത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇവരുടെ പ്രതികരണത്തിൽ കാണാം. മോചനത്തിൻ്റെ തന്നെ ഇവിടെയൊക്കെ ഒരു മോചനം ചെയ്യണമെങ്കിൽ പൈസ വേണമെന്ന് അറിഞ്ഞു. അപ്പോൾ പൈസ ഇത്രയും കോടിക്കണക്കിന് ചോദിച്ച് അവിടെ നാട്ടുകാരും നിങ്ങളൊക്കെ എല്ലാവരും സഹകരണത്താൽ ആ പൈസ ഒക്കെ സ്വരൂപിച്ച് പൈസ ഒക്കെ ഒരു കാറ്റിക്ക് കൊടുക്കാൻ ഒരുങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്തിരി വേഗത്തിൽ എൻ്റെ മോനയ്ക്ക് കാണണം, ഇത്തിരി വേഗം ഒരു തിരിച്ചയച്ചു തരണം. അതിനുള്ള ശ്രമം കൂട്ടി നിൽക്കുകയാണ് ഞാൻ. മോനെ കണ്ടിട്ട് എത്തിരി നല്ല സന്തോഷ ജീവിതം ജീവിക്കേണ്ടിയിട്ടുള്ള രസമാണിപ്പോൾ. എത്രയും വേഗത്തിൽ നാളെ തന്നെ കാണണം. ഇന്ന് കിട്ടിയാൽ ഇന്ന് കാണാമെന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കഴിച്ചിലായിനല്ലോ എന്നുള്ള സമാധാനമുണ്ട്. ഇപ്പോൾ കണ്ടാലല്ലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. എത്രയും കാലം കാണാത്ത മോന് വരാണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും സഹകരണം കൊണ്ട് നിങ്ങളെ ഇത് എടുക്കണവരും നാട്ടുകാരും പൈസ സഹായിച്ചവരും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി പറയാം. എൻ്റെ കാര്യത്തിൽ, എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ ഇത്രയും നിങ്ങളൊക്കെ സഹകരിച്ചല്ലോ എന്നുള്ള അത്ഭുതം, സന്തോഷം. കേരളത്തിൽ മതസൗഹാർദ്ദമില്ല, കേരളമാണ് ഇവിടെ ഏറ്റവും മോശമാണ് സംസ്ഥാനം പ്രചരിപ്പിക്കപ്പെടുന്നവർക്കുള്ളൊരു മറുപടി കൂടിയാണ്. പ്രവാസികൾ മാത്രമല്ല, എല്ലാവിധ ജനങ്ങളും, ഞാൻ പറഞ്ഞല്ലോ, മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്, പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നമ്മൾ നന്ദി രേഖപ്പെടുത്താണ്. ലോകം മുഴുവനുമുള്ള മലയാളികളുടെ ലവ് സ്റ്റോറി ആയിട്ട് ഇതെല്ലാവരും ഇതൊരു പാഠമാക്കി മാറ്റണം, മാതൃകയാക്കി മാറ്റണം. ആളുകൾ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് പകരം ഇത്തരം വിഷയങ്ങളിൽ മലയാളിയുടെ മനസ്സൊന്നാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ ലോകം പഠിക്കേണ്ടതാണ്. മലയാളികളുടെ മനസ്സെന്താണ് പഠിക്കേണ്ടതാണ്. മലയാളിയുടെ ഐക്യം, മലയാളികളുടെ വിഷയം വന്നാൽ അവിടെ ഉണ്ടാകുന്ന ഐക്യം, ഒത്തുചേരൽ. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഭാരവാഹികൾ പറഞ്ഞല്ലോ, ആദ്യം ആശങ്കയായിരുന്നു ഈ പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പക്ഷേ അറിയാതെ ഒടുവിൽ ഒരു 9 മിനിറ്റിനോടൊക്കെ 1 കോടി സ്വരൂപിച്ച് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരാൾ ജീവനാണ് രക്ഷപ്പെടുന്നവരേക്കണം, ഒരാൾ ജീവൻ രക്ഷിക്കാണ് ആലോചിക്കണം. അതുകൊണ്ട് മലയാളിയുടെ മനസ്സെന്ന് പറഞ്ഞ എല്ലാ കാലത്തും എല്ലാറ്റിനും മീതെയാണ്. മോചനത്തിന് ആവശ്യമായ പണം സമാഹരിച്ചതോടെ അബ്ദുൾ റഹീമിനെ ജയിലിൽ നിന്ന് പുറത്തെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, എന്തായാലും ഈ 34 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ദിവസം കൊണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും? അബ്ദുൾ റഹീമിന് മോചനം സാധ്യമാകും എന്നാണ് നിലവിൽ കരുതുന്നത്? മഞ്ജുഷ, എന്തായാലും അത്ഭുതകരമായ കാര്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ 34 കോടി രൂപ സമാഹരിക്കാൻ ഈ നിയമസഭയായ ആ സമിതിക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇക്കാര്യം സൗദി കുടുംബത്തെ അറിയിക്കും. എംബസിയിൽ അറിയിച്ചു. അവിടെ നിന്നും അഭിഭാഷകർ ഇന്ന് തന്നെ ഈ സൗദി കുടുംബവുമായി ബന്ധപ്പെടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ പറഞ്ഞിരിക്കുന്ന പണം സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കി നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന്. ഇന്നും നാളെയുമൊക്കെ സൗദിയിൽ അവധിയാണ്. ഒപ്പം ഈ അവധിക്കാലമായതുകൊണ്ട് തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ജഡ്ജി സ്ഥലത്തുണ്ടോ എന്നതിനെ കുറിച്ചും അറിയാനുണ്ട്. എന്തായാലും തിങ്കളാഴ്ച അഭിഭാഷകർ ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കുടുംബവും കോടതിയുടെ അടുത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം പ്രത്യേക അക്കൗണ്ട് തയ്യാറാക്കും. ഈ കുടുംബത്തിന് പണം കൈമാറാനുള്ള പ്രത്യേക അക്കൗണ്ട് അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. വളരെ കുറച്ച് സമയം കൊണ്ടാണ് 34 കോടി രൂപ ബ്ലഡ് മണിയായിട്ട് നൽകേണ്ട തുക സമാഹരിച്ചത്. മോചനദ്രവ്യം നൽകുന്നതോടുകൂടി
അബ്ദുൾ റഹീമിനെ സൗദിയിലെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. 18 വർഷത്തിന് മുമ്പാണ് അബ്ദുൾ റഹീം ജയിലിലായത്. ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ മടങ്ങിവരവ് കാത്തിരിക്കുകയാണ് ഉമ്മ ഫാത്തിമ. അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. കായംകുളത്ത് CPM-ൽ നിന്ന് രാജിവെച്ച ഏരിയ കമ്മിറ്റി അംഗം NDA നേതാക്കളുമായി ചർച്ച നടത്തി. കായംകുളം ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരിയാണ് നേതാക്കളുമായി ചർച്ച നടത്തിയത്. വിഭാഗീയത ആരോപിച്ചായിരുന്നു പ്രസന്നകുമാരിയും മകൻ ബിബിൻ C ബാബുവും പാർട്ടിക്ക് രാജിക്കത്ത് നൽകിയത്. NDA നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ഫോട്ടോയാണ് ഇപ്പോൾ കാണുന്നത്. പ്രശ്നപരിഹാരത്തിനായി മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ യോഗം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു പ്രസന്നകുമാരി NDA നേതാക്കളെ കണ്ടത്. ബിബിൻ നിലവിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ചർച്ചയുടെ ചിത്രങ്ങൾ ന്യൂസ് 18 കേരളത്തിന് കിട്ടി. അതാണ് ഇപ്പോൾ കാണുന്നത്. വിഭാഗീയ ആരോപണം ഉന്നയിച്ച് CPM-ന്റെ കായംകുളം ഏരിയ കമ്മിറ്റി അംഗം പ്രസന്നകുമാരി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം പ്രസന്നകുമാരിയും ഒപ്പം തന്നെ പ്രസന്നകുമാരിയുടെ മകൻ ബിബിൻ C ബാബു CPM-ന്റെ പ്രതിനിധിയായി ആലപ്പുഴ കായംകുളം കൃഷ്ണപുരം ഡിവിഷനിൽ നിന്നും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിയ ആളാണ്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. ബിബിൻ C ബാബുവും അമ്മ പ്രസന്നകുമാരിയുമാണ് കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ചിരുന്നത്. ഈ രാജി സമർപ്പിച്ചതിന് ശേഷം ഇവരുമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലയുടെ ചുമതലക്കാരുമായ സജി ചെറിയാൻ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം കായംകുളം CPM-ലെ DC അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് ഈ ചർച്ചയ്ക്ക് ശേഷം ബിബിന്റെ ഡിവിഷനായ കൃഷ്ണപുരത്ത് പ്രവർത്തിക്കാനായി CPM-ന്റെ പരിപാടികൾ പങ്കെടുപ്പിക്കാനും ബിബിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും നിർദ്ദേശം നൽകിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ആ ചർച്ചയ്ക്ക് ശേഷമാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ബിബിൻ C ബാബുവിന്റെ അമ്മയും ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രസന്നകുമാരി BDJS അംഗങ്ങളുമായി ചർച്ച നടത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഇതിന് ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ടത്. BDJS-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 3 നേതാക്കന്മാരാണ് രാത്രി 10 മണിയോടുകൂടി പ്രസന്നകുമാരിയുടെ വീട്ടിലെത്തി ബിബിന്റെ വീട്ടിലെത്തി ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ പ്രസന്നകുമാരിയും BDJS നേതാക്കന്മാരുമായി സംസാരിക്കുന്ന ചിത്രങ്ങൾ 2 ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും കായംകുളത്തെ CPM-ൽ പ്രത്യേകിച്ച് ആലപ്പുഴയിലെ CPM-ൽ വലിയ വിവാദമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ചിത്രം വരുന്നു. BJP-യിലേക്ക് NDA-യിലേക്ക് പോകുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് ഇത് സ്ഥിരീകരിക്കുന്ന കൂടുതൽ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബിബിൻ പുറത്തുവിട്ട ബിബിന്റെ രാജിക്കത്തിനകത്ത് ആലപ്പുഴയിൽ നടന്ന കായംകുളത്ത് നടന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ INTUC നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട CPM-വുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ഇലക്ഷനിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ച നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ BDJS-ന്റെ NDA നേതാക്കന്മാരുമായി ബിബിന്റെ അമ്മയും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രസന്നകുമാരി ചർച്ച നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെയും സജി ചെറിയാൻ അവരെ കാണാനായി അവരുമായി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും വലിയ വിവാദമാവുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനായുള്ള പത്രിക ബിബിൻ വാങ്ങിയിരുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. BJP-യിലേക്ക് പോകുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. BJP-കാരുമായി ചേർന്ന് ശബരിമലയിൽ ബിസിനസ് നടത്തുന്നു എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുതിയ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ കായംകുളം ഏരിയ സെൻട്രൽ അംഗമായിരുന്ന ബിബിൻ C ബാബുവിനെ കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയിൽ CPM നടപടിയെടുത്ത് പുറത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അത് പ്രധാന കാരണമായി വന്നത് ബിബിൻ C ബാബുവിന്റെ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയാണ്. മഹിളാ അസോസിയേഷൻ നേതാവും ഒപ്പം തന്നെ ഈ ഭാര്യയുടെ അച്ഛൻ CPM എരുവ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. മകളെ പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ ഗാർഹിക പീഡനം നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബിബിൻ C ബാബു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിൽക്കുകയായിരുന്നു. ബിബിനെ തിരിച്ച് ഏരിയ കമ്മിറ്റിയിലേക്ക് എത്തിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുള്ള സമ്മർദ്ദ തന്ത്രമാണ് പ്രസന്നകുമാരിയുടെയും ബിബിൻ C ബാബുവിന്റെയും ഇവരെ അനുകൂലിക്കുന്നവരുടെയും എന്നുള്ള ആക്ഷേപവും ആരോപണവും ഒക്കെ നിലനിൽക്കുന്നതിനിടയിൽ കായംകുളത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിക്കൊണ്ടാണ് പുതിയ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കായംകുളത്ത് CPM-ലെ വിഭാഗീയത ഇപ്പോൾ പാർട്ടി മാറ്റത്തിലേക്ക് വരികയാണ്.
മറ്റൊരു വാർത്ത. കോതമംഗലത്ത് കാട്ടാന കിണറ്റിൽ വീണ സംഭവത്തിൽ നാട്ടുകാരും വനം വകുപ്പും തമ്മിൽ നിലനിന്നിരുന്ന തർക്കത്തിന് പരിഹാരമാകുന്നു. ഇടിഞ്ഞ കിണർ 1 മാസത്തിനുള്ളിൽ പുനർനിർമ്മിച്ച് നൽകുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പിടിച്ചുവെച്ച മണ്ണുമാന്തി യന്ത്രം വിട്ടു നൽകി. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ധാരണ ലംഘിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇന്നലെ രാവിലെ കിണറ്റിൽ വീണ കാട്ടാനക്കൊമ്പനെ വളരെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് വൈകുന്നേരത്തോടുകൂടി കാട് കയറ്റി വിട്ടത്. അപ്പോൾ നാട്ടുകാർക്കൊരു ഉറപ്പ് സ്ഥലം MLAയും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ആനയെ കരകയറ്റുന്നത് മയക്കുവെടി വെച്ചിട്ടായിരിക്കും, അതിനുശേഷം ഈ കൊമ്പനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളൊരു ഉറപ്പ് നൽകിയിരുന്നു. അതിനുശേഷമായിരുന്നു ഇതിനെ രക്ഷിക്കാനുള്ളൊരു പരിശ്രമങ്ങളൊക്കെ തുടങ്ങിയത്. പക്ഷേ ഏറെ വൈകി ഈ ഒരു പരിശ്രമം, ഈ മയക്കുവെടി വെക്കുന്നതിലടക്കം ചില തടസ്സങ്ങൾ വന്നതിന് ശേഷമായിരുന്നു ഈ കാട്ടാനക്കൊമ്പനെ കാട് കയറ്റി വിട്ടത്. അപ്പോൾ മുതൽ വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ കിണർ ഇവര് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ്. ഈ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകൾ, ഏകദേശം 60ഓളം വീടുകൾക്ക് ഈ ഒരു കിണറിൽ നിന്നാണ് വെള്ളം ലഭിക്കുന്നത്. പക്ഷേ അത് വളരെ മലിനമായ രീതിയിലായിരുന്നു. അത് ശുദ്ധിയാക്കി തരണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇവർ ഇന്നലെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതിനൊന്നും പരിഹാരമുണ്ടാകാതെ, ഇവരുടെ വാക്കുകളൊന്നും പാലിക്കാതെ, ഇവർക്ക് നൽകിയ ഉറപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ടായിരുന്നു പിന്നീട് വനം വകുപ്പിന്റെ ഒക്കെ നടപടി. അതിനെ തുടർന്നായിരുന്നു ഇന്ന് രാവിലെ മുതൽ വലിയൊരു പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടായത്. അതിനുശേഷം 10 മണിയോടുകൂടി കോട്ടപ്പടി പ്രസിഡന്റ് സ്ഥലത്തെത്തുകയും ഇവരുമായി ചർച്ച നടത്തുകയും ചെയ്തു. അതോടൊപ്പം പള്ളി വികാരി, ഇടവകയിലെ വികാരി ഫാദർ റോബിനും സ്ഥലത്തെത്തി. ഇവരുടെ ഫാദറിന്റെ മധ്യസ്ഥതയിലായിരുന്നു ഈ പ്രതിഷേധക്കാരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് പിന്നീട് ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നാട്ടുകാരെത്തിയത്. അവരുടെ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളും, അവരുടെ ഈ കുടിവെള്ള സ്രോതസ് പ്രധാനപ്പെട്ട കുടിവെള്ളമാണ്, അത് എത്രയും വേഗം തന്നെ വൃത്തിയാക്കി കൊടുക്കാം, ഇന്ന് പഴയ പോലെ കിണർ പുനഃസ്ഥാപിക്കാം എന്നുള്ളൊരു ഉറപ്പ് കൂടി ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ നിന്നും ഇവർ വിട്ടുനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ തടഞ്ഞുവെച്ച JCB ഉൾപ്പെടെ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫാദർ റോബിൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ഇന്നലെ MLA അടക്കം എത്തിയിട്ടായിരുന്നു ഈ നാട്ടുകാർക്ക് ഒരു ഉറപ്പ് നൽകിയത്. അതായത് ഈ മയക്കുവെടി വെച്ച് ഈ ആനയെ, ശല്യക്കാരനായ ഈ കാട്ടാനയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാമെന്നുള്ളൊരു ഉറപ്പ് നൽകിയത്. അത് ലംഘിക്കപ്പെട്ടു. അത് ലംഘിച്ച വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വേണം. ആ നടപടി ഇല്ലെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനമെന്നും ഫാദർ റോബിൻ പറഞ്ഞു. പിരിഞ്ഞുപോയ ജനങ്ങളെ മുഴുവൻ പരിഹാസരാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഇത് എന്തു ആകാന്നുള്ള വനം വകുപ്പിന്റെ സ്ഥിരം പരിപാടി കാണിച്ചുകൊണ്ട് അവര് മഴ പെയ്ത നേരത്ത് JCB കൊണ്ടുവന്ന് കിണറിടിച്ച് ആനേനെ ഇറക്കിക്കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വൃത്തികേടാണ് ശരിക്കും പറഞ്ഞാൽ കാണിച്ചത്. ഞങ്ങള് തീർച്ചയായിട്ടും ജനപ്രതിനിധികളെ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ MLAമാരെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ആന്റണി ജോണിനെയും എൽദോസ് കുന്നപ്പള്ളിയെയും ഞങ്ങൾ വിശ്വസിച്ചു. അപ്പം ശരിക്കും പറഞ്ഞ ജനപ്രതിനിധികളോട് ഇവർ പറഞ്ഞ ഉറപ്പ് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരവിട്ട, അതായത് ആനേനെ കെട്ടിക്കൊണ്ടു പോകാനായിട്ട് നിർദ്ദേശം കൊടുത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിക്ക് MLAമാർ ശുപാർശ ചെയ്ത് ജനങ്ങളോടുള്ള അവരുടെ ഒരു ആത്മാർത്ഥത കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പറയുന്നത്, ഈ കിണറിന്റെ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞു. ഉടൻ തന്നെ, എത്രയും വേഗം തന്നെ ഈ കിണർ പുനർനിർമ്മിക്കാനുള്ള നടപടികളിലേക്കൊക്കെ ഉടൻ തന്നെ കടക്കുകയും ചെയ്യും. ആദ്യം ഈ കിണർ വൃത്തിയാക്കണം. അതിനുശേഷം അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ നിന്ന് മാത്രമേ ഈ കിണർ വൃത്തിയാക്കാൻ കഴിയൂ. അതോടൊപ്പം ഒരു പൂർണ്ണമായിട്ടുള്ളൊരു കിണറിന്റെ രൂപത്തിലേക്ക് ഇതാക്കി കൊടുക്കാം. ഇതിന് വന്ന നഷ്ടപരിഹാരം സ്ഥല ഉടമയ്ക്ക് നൽകും എന്നുമുള്ളൊരു ഉറപ്പ്, അത് കളക്ടറുടെ അടക്കം തീരുമാനമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉറപ്പ് കൂടി പ്രസിഡന്റ് നൽകുകയും ചെയ്തു. അതോടൊപ്പം ഈ കാട്ടാനകളുടെ ആക്രമണം ഇത്രയും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഫെൻസിംഗ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. അനുവദിച്ചിട്ടുള്ള തുക അതിനുവേണ്ടി ഉടൻ തന്നെ വിനിയോഗിക്കും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളും ഉടൻ തന്നെ ആരംഭിക്കും. ഇതെല്ലാം 1 മാസത്തിനുള്ളിൽ നടപ്പാക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് നബാർഡിന്റെ ഒരു 2.5 കോടി അനുവദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ കാരണമാണ് അതിലൊരു ചെറിയ തടസ്സമായിട്ട് നിൽക്കുന്നത്. അതിന്റെ ഗവൺമെന്റ് TSന്റെ ഒരു താമസം ഉണ്ടായിരുന്ന TS ആയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇലക്ഷന് മുമ്പ് തന്നെ ചെയ്യാമെന്നുള്ളൊരു ഇതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ നടപടി ഉണ്ടാവും. നമ്മുടെ വേട്ടാമ്പാറ മുതൽ നമ്മുടെ പാണേലി വരെ കോട്ടപ്പടി ഫുള്ളായിട്ട് ഹാങ്ങിങ് ഫെൻസിങ്ങിന് ഉള്ള സാങ്ഷനാണ്. അത് ഉണ്ടാവും. അതിന്റെ പൈസയും അനുവദിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് നടത്താനുള്ള നടപടികൾ ഫോറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്.
താൽക്കാലികമായെങ്കിലും ഈ ഒരു ഉറപ്പിന്മേലാണ് പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ നാട്ടുകാർ തീരുമാനിച്ചത്. ഈ ഒരു പ്രതിഷേധം, അതായത് അവരുടെ പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ്സാണ് നഷ്ടമായത്. അത് ഈ കിണർ പുനഃസ്ഥാപിക്കുന്നതുവരെ ഇവർക്ക് പഞ്ചായത്ത് തന്നെ ഈ വീടുകളിലെല്ലാം വെള്ളം എത്തിച്ചു നൽകുമെന്നുള്ളൊരു ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, കാട്ടാനകളുടെ ആക്രമണമാണ്. കോതമംഗലത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കാട്ടാനകൾ ഇറങ്ങുകയും കാട്ടാനകളുടെ ശല്യം കാരണം അവരുടെ കൃഷിയിടങ്ങൾ വരെ നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇതിനൊക്കെ ഉടനായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുന്നു. എങ്കിലും ഒരു മാസത്തിനുള്ളിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല, ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകാനാണ് ഇവരുടെ തീരുമാനം. കഴിഞ്ഞ 2 മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSCയുടെ CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുകയായിരുന്നു. പല രീതിയിലുള്ള സമരമാണ് ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വന്നിരുന്നത്. ഇപ്പോൾ അവർ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. സർക്കാരിനെയും DYFIയെയും നിശിതമായ രീതിയിൽ വിമർശിക്കുകയാണ് CPO ഉദ്യോഗാർത്ഥികൾ. സർക്കാരും PSCയും നികൃഷ്ട ജീവികളോടെന്ന പോലെയാണ് പെരുമാറിയത്. മറ്റെല്ലാ സംഘടനകളും സമരപ്പന്തലിൽ വരികയും സഹകരിക്കുകയും ചെയ്തു. എന്നാൽ DYFI മാത്രം സമരപ്പന്തലിൽ വന്നില്ലെന്നും ഇവർ വിമർശിക്കുന്നു. CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ 62 ദിവസം നീണ്ടുനിന്ന സമരം അവർ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സമരം തുടരും. ഓൺലൈനായി സമരം, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ സമരം തുടരുമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും 62 ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ പലതരം സമരരൂപങ്ങൾ, സമരമാർഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ അവർ ഇങ്ങനെ ഒരു 4 വാക്ക് എഴുതി പിണറായി ജയിച്ചു ഞങ്ങൾ തോറ്റു എന്ന് ഈ സമരപ്പന്തലിൽ എഴുതിയിട്ട് ഉദ്യോഗാർത്ഥികൾ, യുവാക്കൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്നലെ അവസാനിച്ചു. ഇതിൽ ഇനിയും ചില പ്രതീക്ഷകൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവുണ്ട്. അത് പ്രകാരം ഇനിയും 2 വർഷത്തെ കൂടി റാങ്ക് ലിസ്റ്റ് കാലാവധി വീട്ടിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അത്ര ചില പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടെങ്കിലും ഔദ്യോഗികമായി ലിസ്റ്റിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചു. എന്താണ് നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള പ്രതീക്ഷ? അതെ, നമുക്കിനി തികച്ചും നിയമപരമായിട്ടുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ അവർക്കെതിരെ നമ്മൾ 62 ദിവസം സമരം ചെയ്തു. സത്യത്തിൽ നമ്മൾ തോറ്റു, സംസ്ഥാന സർക്കാർ ജയിച്ചു, നമ്മൾ തുറന്ന് സമ്മതിക്കുന്നു. ഇനിയിപ്പോൾ നമുക്കുള്ള ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാത്രമാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നമുക്കൊരു ഇന്ററിം ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും തുടർ നിയമനത്തിന് അർഹതയുണ്ട്, ഈ ലിസ്റ്റിൽ തുടർ നിയമനത്തിന് അർഹതയുണ്ട് എന്നുള്ളൊരു ഇന്ററിം ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏക പ്രതീക്ഷ. നമ്മൾ അതിശക്തമായിട്ട് നിയമപരമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമുക്ക് 1-2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലൂടെ നമ്മുടെ പ്രതിഷേധം നമ്മൾ ശക്തമായിട്ട് രേഖപ്പെടുത്തും. യുവജന സംഘടന, DYFI ഉൾപ്പെടെ സംഘടനകൾ നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല, ഒട്ടും സഹായിച്ചില്ല. എന്താണ് അവരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച? എങ്ങനെയാണ് അവരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ 11.5 മാസത്തോളം കാലം നമ്മൾ അവരുടെ പുറകെ തന്നെയായിരുന്നു. എല്ലാ ദിവസവും DYFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലും ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലും നമ്മൾ കയറുന്നുണ്ടായിരുന്നു. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. സഹായിക്കാം എന്ന് പറയുന്നതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. CMനെ കാണാനെങ്കിലും ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ചു, അതും അവർ സഹായിച്ചില്ല. അപ്പൊ നമ്മള് ഇപ്പൊ യുവജന സംഘടനകളുടെ DYFIയുടെ ഒരു പ്രധാന ദൌത്യം എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്കുണ്ടാവുന്ന ക്ഷേമങ്ങൾ അന്വേഷിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അവരുടെ ഓഫീസിന്റെ മൂക്കിന് താഴെയാണ് നമ്മൾ ഈ സമരം നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ ഒരു പ്രതിനിധി പോലും നമ്മുടെ സമരപ്പന്തൽ സന്ദർശിക്കുകയോ നമുക്ക് വേണ്ട എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുകയോ അറ്റ്ലീസ്റ്റ് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് പോലും ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അതിൽ നമുക്ക് തീർത്തും വിഷമമുണ്ട്. കാരണം DYFI എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തെ വിശ്വസിച്ച് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും ഉള്ളൊരു ലിസ്റ്റായിരുന്നു ഇത്. എന്നിട്ട് പോലും അവരെ പോലും സഹായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കേരളത്തിലെ യുവജനങ്ങളുടെ മൊത്തത്തിലായിട്ടുള്ള ഒരു ക്ഷേമം ഈ DYFI എന്ന് പറഞ്ഞ സംഘടന അന്വേഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. തെരഞ്ഞെടുപ്പ് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയായിരിക്കും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കും? ഉറപ്പായിട്ടും, അതായത് കേരളത്തിലെ ഇത്രയുമധികം യുവജനങ്ങളെ വഞ്ചിച്ച ഒരു സർക്കാരിനെതിരെ നമ്മൾ ഉറപ്പായിട്ട് മാഞ്ഞടിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം 10,000-ഓളം ഉദ്യോഗാർത്ഥികളെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ബാക്കി വരുന്ന യുവജനങ്ങളെ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് സഹായിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഇതാണ് ഗവൺമെന്റിനോടുള്ള അവരുടെ സമീപനം. ഈ തെരഞ്ഞെടുപ്പിനോടുള്ള അവരുടെ നിലപാട് എന്തായിരിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ ഈ സമരപ്പന്തലിൽ ഒരുപാട് പേപ്പറുകൾ, ഇവിടെ റെസിപ്റ്റുകൾ ഇവിടെ അവർ പ്രദർശിപ്പിക്കുന്നു. അത് നവകേരള സദസ്സിന്റെ വിവിധ ജില്ലകളിൽ, വിവിധ മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് നടക്കുമ്പോൾ അവിടെ ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതികളാണ്, അതിന്റെ രസീതുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അതായത് നവകേരള സദസ്സിൽ ഉൾപ്പെടെ ഈ പരാതികൾ നൽകിയതാണ്. അതിനുശേഷം ഈ 62 ദിവസം നീണ്ടു നിൽക്കുന്ന സമരം ഇത്രയും ചെയ്തിട്ടും പഠിച്ച് പരീക്ഷ എഴുതി സ്വാഭാവികമായും സർക്കാരിന് അവരുടെ കണക്കുകളുണ്ടാകാം, കൊടുത്ത നിയമനത്തിന് കണക്കുകളുണ്ടാകാം, പരീക്ഷ എഴുതി എല്ലാവർക്കും നിയമനം നൽകാനാകില്ലെന്ന മറുപടി ഉണ്ടാകാം. പക്ഷേ ഒരു വലിയ വിഭാഗം യുവാക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഈ ഒരു പരീക്ഷ എഴുതി CPO റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടപ്പോൾ സ്വാഭാവികമായും നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളാണ് ഏറെക്കുറെ അവസാനിക്കുന്നത്. ഇനി സാങ്കേതികമായ, നിയമപരമായ ചില കച്ചിത്തുരുമ്പുകൾ മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലും തങ്ങളുടെ വികാരം അവർ ആ രീതിയിൽ പ്രകടിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി സർക്കാരിന്, ഭരണപക്ഷ പാർട്ടികൾക്ക് നൽകുന്നുണ്ട്.
CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ നടത്തിവന്ന സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ തിരിഞ്ഞു നോക്കാത്ത ഒരു സമരമായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 2 മാസമായി കണ്ടത്. തൃശൂർ പൂരാവേശത്തിൽ ആയി പൂരങ്ങളുടെ പൂരത്തിന് ഇന്ന് രാവിലെയാണ് കൊടിയേറിയത്. ഘടകക്ഷേത്രങ്ങളിൽ പല സമയങ്ങളിലായിട്ട് കൊടിയേറി. തിരുവമ്പാടിയിൽ രാവിലെ 11:30-ക്കായിരുന്നു കൊടിയേറിയത്. പാറമേക്കാവിൽ 12 മണിയോടെയാണ് കൊടിയേറ്റം നടന്നത്. വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കാരണം ഇത്തവണ എഴുന്നള്ളിപ്പ് പ്രതിസന്ധിയിലായിട്ടുണ്ടെന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത്. പൂരത്തിന് ആനകളുടെ 50 മീറ്റർ അകലത്തിൽ ആളുകൾ നിൽക്കണമെന്നതുൾപ്പെടെയുള്ള ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ സർക്കുലറിനെതിരെ ദേവസ്വങ്ങളുടെ പ്രതിഷേധമുണ്ട്. സർക്കുലറിനെതിരെ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളും ആന ഉടമകളും രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക്. ആശങ്ക എല്ലാം തീർന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ റവന്യൂ മന്ത്രി നമ്മളോടിപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും സർക്കാരിന്റെ കയ്യിൽ നിന്നുണ്ടാവും. അപ്പോൾ ഒന്നുകൊണ്ടും ആശങ്കിക്കണ്ട എന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനം നമ്മളെല്ലാവരും വളരെയധികം ആശ്വാസത്തിലാണ്. ഉത്സവത്തിന് ഉപയോഗിക്കുന്ന ആനകളെ അതിന് മുമ്പിൽ നമുക്കറിയാം ഈ തീവെട്ടി ഉപയോഗിക്കുന്നത് ആ ഉത്സവ ആഘോഷങ്ങളുടെ ശോഭയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ തീവെട്ടി ഉപയോഗിക്കുന്നതും വാദ്യമേളങ്ങളുമൊക്കെ ആനകളുടെ 50 മീറ്റർ ദൂരത്തിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് പുതിയ സർക്കുലർ പറയുന്നത്. പലപ്പോഴും എഴുന്നള്ളിപ്പ് നടത്തുമ്പോൾ ഈ 50 മീറ്റർ പാലിക്കണമെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ടിന് വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഈ ഉത്സവമേളങ്ങൾ നടക്കേണ്ടതുള്ളത്. വീണ്ടും ഒരു ആന എഴുന്നള്ളിപ്പിനിടയിൽ ഇടഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഞങ്ങൾ അതിന് ക്യാപ്ചർ ബെൽറ്റ് ഉപയോഗിച്ച് പിടിക്കാറുണ്ട്. എന്നാൽ ഈ ക്യാപ്ചർ ബെൽറ്റ് ഇനി മുതൽ ഉപയോഗിക്കരുത് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്നാൽ ഈ ഇടയുന്ന ആനകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റെന്ത് സംവിധാനമാണ് വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാതെ ഈ ക്യാപ്ചർ ബെൽറ്റ് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആനകൾ ഇടഞ്ഞുണ്ടാകുന്ന അപകടം വളരെ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ഇത്രയും കാലം ഈ അപകടം ഇല്ലാതെ വന്നത് ഈ ക്യാപ്ചർ ബെൽറ്റ് ഉപയോഗിച്ച് ആനയെ തളയ്ക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് ഇത് മാത്രമാണ്. ആനകളുടെ എഴുന്നള്ളിപ്പിന് തടസ്സമുണ്ടാകും എന്ന് കരുതിയിരുന്നു. എന്നാൽ നിബന്ധനകളിൽ മാറ്റം വരുത്തുമെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആ ഒരു പ്രതികരണം നേരത്തെ പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും കണ്ടിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള പ്രതികരണം കണ്ടിരുന്നു. നിർദ്ദേശം അപ്രായോഗികമാണെന്നാണ് വിലയിരുത്തലുണ്ടായത്. ആശങ്ക ഉയർത്തുന്ന നിർദ്ദേശങ്ങൾ പിൻവലിക്കുമെന്നും പുതിയ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകുമെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. വനംവകുപ്പ് ഉത്തരവ് തിരുത്തി ഇറക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജനും പ്രതികരിച്ചു. ഇതോടെ പ്രതിസന്ധിക്ക് അയവ് വന്നിട്ടുണ്ട്. ഒരു പുതിയ അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റ് റദ്ദാക്കാനുള്ള നിയമപരമായ നടപടികൾ തിങ്കളാഴ്ച കോടതി മുമ്പാകെ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്രായോഗികമായ കാര്യങ്ങൾ ഒഴിവാക്കി പ്രായോഗികമായ നടപടികൾ മാത്രം സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഉത്സവ പരിപാടികൾ അതിൻ്റെ ആചാരമനുസരിച്ച് നടത്തുന്നതിനും വന്യമൃഗങ്ങളെ നാട്ടാനകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. സംസ്ഥാനത്ത് ചൂടിന് കുറവുണ്ടാവുകയില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. 1 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യതയുള്ളത്. പത്തനംതിട്ട, വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിലാണ് ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 35 ഡിഗ്രിയാണ് ശരാശരി താപനില. ഇത് 2 ഡിഗ്രി വരെ കൂടാം, അതായത് 37 ഡിഗ്രി വരെ എത്താമെന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. കൊല്ലത്ത് 36 എന്നുള്ളത് 3 ഡിഗ്രി വരെ 39 വരെ ചൂട് എത്താനിടയുണ്ട്. ആലപ്പുഴയിൽ 36 ഡിഗ്രി എന്നുള്ളത് 39 ഡിഗ്രി വരെ എത്തും. കോട്ടയത്ത് 36, 39 ആകാം. എറണാകുളത്ത് 36 ഡിഗ്രി എന്നുള്ളത് 39 ഡിഗ്രി വരെ ചൂട് കൂടാമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. തൃശൂരിൽ 39 ഡിഗ്രിയാണ് നിലവിലെ
താപനില. ഇത് 4 ഡിഗ്രി വരെ, അതായത് 43 ഡിഗ്രി വരെ തൃശൂരിൽ ചൂട് ഉയരുമെന്ന മുന്നറിയിപ്പാണ് ഉള്ളത്. പാലക്കാടും സമാനമാണ് കാര്യങ്ങൾ. പാലക്കാട് ശരാശരി ചൂട് 39 ഇത് 43 വരെ എത്താം. 45 ഡിഗ്രി വരെ പാലക്കാട് നേരത്തെ താപനില എത്തിയിരുന്നു. ഇപ്പോൾ 43 വരെ എത്താമെന്ന പ്രവചനമാണ് ഉള്ളത്. മലപ്പുറത്ത് 36 എന്നുള്ളത് 39 ഡിഗ്രി വരെ എത്താം. കോഴിക്കോടാണ് 3 മുതൽ 4 ഡിഗ്രി വരെ ചൂട് വരാവുന്ന മറ്റൊരു ജില്ല. ഇത് 37 ഡിഗ്രി എന്നുള്ളത് 41 ഡിഗ്രി വരെ കോഴിക്കോടും ചൂട് ഉയരാം. കണ്ണൂരിൽ 37 ഡിഗ്രിയാണ് ശരാശരി, അതും 40 ഡിഗ്രി വരെ ചൂട് ഉയരാമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അതായത് സംസ്ഥാനത്തെ 3 ജില്ലകളൊഴികെ മറ്റെല്ലായിടത്തും നിലവിലെ ചൂടിനേക്കാൾ ഇപ്പോൾ തന്നെ വലിയ ചൂടാണ് എല്ലായിടത്തും അനുഭവപ്പെടുന്നത്. അതിനേക്കാൾ 3-4 ഡിഗ്രി വരെ ചൂട് കൂടാമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഇന്ന് ഉച്ചയ്ക്ക് 2:30 അന്തരീക്ഷ ആർദ്രത 70 മുതൽ 80% വരെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉയർന്ന ചൂടോടുകൂടി അസ്വസ്ഥത. സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. രാജ്യത്തെ പ്രമുഖ വീഡിയോ ഗെയിമർമാരുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രമുഖരായ 7 ഗെയിമർമാരാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. അനിമേഷ് അഗ്രവാൾ, നമൻ മാഥുർ, മിഥിലേഷ് പഠാൻകർ, പായൽ ധരെ, ഗണേഷ് ഗംഗാധർ, അൻഷു ബിഷ്ക് എന്നിവരാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. വിർച്വൽ റിയാലിറ്റി ഗെയിമിംഗ് മേഖലയെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞ പ്രധാനമന്ത്രി ചില വീഡിയോ ഗെയിമുകൾ കളിക്കുകയും ചെയ്തു. 2 ദിവസം മുൻപാണ് ഗെയിമർമാർ പ്രധാനമന്ത്രിയെ കണ്ടത്. കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ ഇന്നാണ് പുറത്തുവിട്ടത്. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6650, പവന് 53,200. 18 ക്യാരറ്റ് ഗ്രാമിന് 5560, പവന് 44,480. വെള്ളി ഗ്രാമിന് 89, കിലോയ്ക്ക് 89,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി MG രേണുക.